കേരള സർവകലാശാലയിലെ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ച. ഉത്തരക്കടലാസുകൾ കാണാനില്ല എന്ന് ജനുവരിയിൽ അധ്യാപകൻ പരാതി നൽകിയെങ്കിലും മാർച്ച് 17 മാത്രമാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തത്. ആഭ്യന്തര അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേരും. വീഴ്ച വരുത്തിയ അധ്യാപകനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ജനുവരിയിൽ നൽകിയ പരാതിയാണതിൽ മാർച്ചിലാണ് കേൾക്കുന്നത്. ഇത്തരത്തിൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ് എന്ന് സാധൂകരിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്, അല്ലേ? ജയലക്ഷ്മി, തീർച്ചയായും ഈ 2 മാസമാണ് ഇത്തരത്തിൽ ഈ പരാതി പൂഴ്ത്തി വെക്കപ്പെടുകയും ഈ ഏപ്രിൽ 7-ാം തീയതി പരീക്ഷ നടത്തി തലയൊഴിയാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റി ശ്രമമുണ്ടായതും. എന്തായാലും അറിയാൻ സാധിക്കുന്നത് ഈ മാസം 17-ാം തീയതിയാണ് സിൻഡിക്കേറ്റ് യോഗം ഉണ്ടായിരുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വൈസ് ചാൻസലർ പോലും വിഷയം അറിയുന്നതെന്നുള്ളതാണ്. എന്തായാലും ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. പരീക്ഷാ രജിസ്ട്രാറുടെ അണ്ടറിലുള്ള യോഗമാണ് നിലവിൽ ചേരാൻ പോകുന്നത്. ആ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികൾ മുൻപോട്ട് പോകും. എന്തായാലും അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ഇപ്പോൾ ഈ പരീക്ഷ ഏപ്രിൽ മാസം 7-ാം തീയതി നടത്തിക്കൊണ്ട് കൈയൊഴിയാൻ യൂണിവേഴ്സിറ്റി ശ്രമിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി ഗുരുതര പ്രശ്നങ്ങളാണ്. അതൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് യൂണിവേഴ്സിറ്റിക്ക് വരികയും ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഈ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുണ്ടായ പ്രശ്നങ്ങൾ ഇത് ജനുവരി മാസം നടക്കുന്ന ഒരു പ്രശ്നമാണ്. ആ പ്രശ്നം ഗുരുതര പ്രശ്നം യൂണിവേഴ്സിറ്റിയിലേക്ക് സർവകലാശാല അധികൃതർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? എന്തുകൊണ്ട് ഈ ഒരു വീഴ്ച വന്നു, എന്തുകൊണ്ട് ഇത്തരം താമസമുണ്ടായി എന്നുള്ളത്? ജയലക്ഷ്മി, തീർച്ചയായും അത് യൂണിവേഴ്സിറ്റി പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത് ജനുവരി മാസത്തിൽ പരാതി മുൻപോട്ട് പോവുകയും അതിനുശേഷം ഈ ഏപ്രിൽ പരീക്ഷ നടത്തി ഒഴിയാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇത് സർവകലാശാല സിൻഡിക്കേറ്റ് കൂടിയ സമയത്ത് മാത്രമാണ് വൈസ് ചാൻസലർ പോലും വിഷയം അറിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുരുതരാവസ്ഥ വളരെ പ്രകടവും വ്യക്തവുമാണ് എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ഈ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അധ്യാപകൻ മുൻപ് തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു. ജനുവരി മാസം തന്നെ തന്റെ കയ്യിൽ നിന്ന് പേപ്പർ നഷ്ടമായി അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില വിട്ടുവീഴ്ചകളാണ്. അതായത് ഉത്തരക്കടലാസ് വീട്ടിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അവസരം നൽകാറില്ല. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി അത് നൽകിയെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ പാലക്കാട് വെച്ച് നഷ്ടപ്പെടുന്നതും തുടർന്ന് 71 പേരുടെ ഈ ജീവിതം തുലാസിലാകുന്ന തരത്തിലേക്ക് തന്നെ മാറുകയും ചെയ്തു. എന്തായാലും പല വിദ്യാർത്ഥികളും സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ നടത്തുന്നതിൽ പ്രാവർത്തികമായ പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുമുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് തലയൊഴിയാൻ പറ്റുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി മുൻപിലേക്ക് വരുന്നുണ്ട്. എന്തായാലും കേരള സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചത് എന്നതിൽ സംശയമില്ല.